ജീവൻ നൽകിയ വചനം, ജീവന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയങ്ങളിൽ മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ മിഷൻ പ്രസ്ഥാനമായ സെന്റ് ജോൺസ് മിഷന്റെ ഈ ഓൺലൈൻ മീറ്റിംഗിൽ കർത്താവിന്റെ സന്നദ്ധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ജീവന്റെ വചനം എന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രിയിലും നമുക്ക് ഒരുമിച്ച് കർത്തൃപാദപീഠത്തിൽ ചേർന്ന് ദൈവം നമുക്ക് നൽകിയ നന്മകളെയും നടത്തിയ വിധങ്ങളെയും എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യാൻ കൃപ നൽകിയതിനായി നമുക്ക് നല്ലവനായ ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിക്കാം. ഇത്ര നല്ലവനായിരിക്കുന്ന ഒരു ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ലല്ലോ. നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, പെറ്റമ്മ മറന്നാലും മറക്കാത്ത, നാൾതോറും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഈ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിന്റെ വചനത്തിൽ നാം ഇങ്ങനെ പറയുന്നു, വായിക്കുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതല്ല, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ നാളുകളിൽ ആ ദൈവത്തെ അനുഭവിക്കുവാൻ, രുചിച്ചറിയുവാൻ, അവനിൽ ആശ്രയം വയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃസേവ തന്നെ എന്റെ ആഗ്രഹം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു ചൊല്ലും ഞാൻ. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു ചൊല്ലും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. നന്ദിയോടെ കരങ്ങളിൽ തട്ടി സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. സ്വന്തം ജീവൻ തന്ന രക്ഷകൻ തള്ളുകയില്ലേതു ദുഃഖനാളിലും. തൻ സ്വന്തം ജീവൻ തന്ന രക്ഷകൻ തള്ളുകയില്ലേതു ദുഃഖനാളിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ലുവാൻ ഓരവാക്കുകൾ. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ലുവാൻ പൂരവാക്കുകൾ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും
ഞാൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ വിശുദ്ധ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിപ്പാൻ തക്കവണ്ണം അടിയങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. 103 സങ്കീർത്തനം 1 മുതൽ 5 വരെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ആമേൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള ഈ അനുഗ്രഹീത കൂട്ടായ്മയ്ക്കായി ദൈവം എടുത്ത് വിനിയോഗിക്കുന്ന ജോണി ബ്രദർ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച് നമ്മെ ധന്യമാക്കിയ ബൈജു ബ്രദർ, സ്നേഹ ബഹുമാനമുള്ള പ്രിയ സിസ്റ്റേഴ്സ്, ഈ സെന്റ് ജോൺസ് മിഷന്റെ കൂട്ടു സഹോദരങ്ങളായ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവജനമേ, നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സ്വർഗത്തിലെ വലിയവനായി ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് ഇതുപോലൊരു ശുശ്രൂഷയുടെ മുഖത്ത് വീണ്ടും അഭിഷേകത്തിന്റെ അഗ്നിയിൽ നിർത്തിയിരിക്കുന്ന എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. മക്കളെ, സ്വർഗത്തിലെ വലിയവനായ ദൈവം അറിയിക്കാത്ത നന്മകളും അഭിഷേകവും തന്നിട്ടുള്ളവരാണ് ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. എന്താണ് സ്വർഗത്തിന്റെ വലിയവനായ ദൈവം എന്നെയും നിന്നെയും പരിമേൽപ്പിച്ചത്? ഭാഗ്യവാനായ പൗലോസ് യഹൂദ തത്വസംഗതികള് മധ്യസ്ഥത്തിന് മദനം ചെയ്ത് അവൻ പഠിച്ച തത്വസംഗതയ്ക്കനുസരിച്ച് നസ്രായനായ യേശുവിനെയും സുവിശേഷം പ്രഘോഷിച്ച ദൈവദാസന്മാരെയും മൃഗീയമായി പീഡിപ്പിക്കുകയും നിന്ദിക്കുകയും, എന്തിന് പറയുന്നു, സ്തേഫാനോസിനെ പിടിച്ചുകെട്ടി ആ യുവ ഷമ്മാശനി പരിശുദ്ധാത്മ അഭിഷേകമുള്ള ദൈവത്തിന്റെ ശുശ്രൂഷകനെ വസ്ത്രമൊരിഞ്ഞു മാറ്റി ബന്ധിതനായി ഇതാ താഴ്വരയുടെ അഗാധങ്ങളിലേക്ക് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ആ വസ്ത്രം അവന്റെ കൈക്കുള്ളിൽ ഉണ്ട്. അവനൊരു വാക്ക് കാണുന്നുണ്ട്, കല്ലേറ് വേണ പിടഞ്ഞു മരിക്കുമ്പോൾ ഭാഗ്യവാനായിരിക്കുന്ന സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് 2 കരങ്ങളും ഉയർത്തി തന്റെ അരിമനാഥൻ തന്നെ പഠിപ്പിച്ചതും കാണിച്ചു കൊടുത്തതും തന്റെ ജീവിതത്തിലേക്ക് പകർന്നു നൽകിയ പരിശുദ്ധാത്മ അഭിഷേകാഗ്നിയിൽ നിന്ന് പറയുകയാണ്, ദൈവമേ, ഈ പാപം ഇവർക്ക് നിർത്തരുതേ, ഈ പാപം ഇവരുടെ മേൽ ശാപമായി തീരല്ലേ. ദൈവമേ, എന്റെ പ്രാണനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കല്ലുകൾ ഓരോന്നായി അത്തിരിമേനിയിലേക്ക്, ആ കൊച്ചിളം ശരീരത്തിലേക്ക് ആഞ്ഞാഞ്ഞെറിഞ്ഞ് തലയോട്ടി പൊട്ടിച്ചെറി, കൈകാലുകൾ ചിന്ന ഭിന്നമായി, ഒരു മാംസപിണ്ഡമായി, ഒരു കൽക്കുംഭാരമായി. അത് സ്തേഫാനോസ് ഇതാ എന്റെ സ്വർഗത്തിലെ തമ്പുരാന്റെ കൈകളിലേക്ക് തന്റെ പ്രാണനെ വെച്ച് കൊടുക്കുമ്പോൾ സ്വർഗം ചലിക്കുക. സ്തേഫാനോസ് ദിവ്യമായ ഒരു കാഴ്ച കാണുകയാണ്. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് ഓമനകുമാരൻ നസ്രായനായ യേശു 33 വയസ്സിൽ ഒരു മൃഗത്തെ പോലെ ചിന്ന ഭിന്നമാക്കി താടി രോമങ്ങൾ പിഴുതു പറിച്ച് കോലുകൊണ്ട് അടിച്ച് മുഖത്ത് കാർക്കിച്ചു തുപ്പി പച്ചപ്പൈമരത്തേക്ക് കരിരുമ്പാടി അടിച്ചിറക്കി ചങ്കിലേക്ക് കുന്തം കുത്തിയിറക്കി അവൻ തീർന്നു അസ്തമിച്ചു എന്ന് പറഞ്ഞ് ആമീൻ ആ കല്ലറയിലേക്ക് റോമ ഗവൺമെന്റിന്റെ ഇംപീരിയൽ മുദ്ര വെച്ചവൻ മരണത്തെ ജയിച്ചുയർത്ത 500-ൽ പരം ആളുകൾക്ക് 40ഓളം ദിനരാത്രങ്ങളിൽ അവരെ ബലപ്പെടുത്തി നിർത്തി, അവരെ ശക്തീകരിച്ച് ഒടുവിലൊരു കാര്യം പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാൻ പോകുകയാണ്,
ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഭവനമൊരുക്കുവാനോ, നിങ്ങൾക്ക് ഭവനമൊരുക്കുവാനോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. ലോകത്തിൽ ഒരു നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല, ഒരു രാഷ്ട്രീയക്കാരനും പറഞ്ഞിട്ടില്ല. ഒരു ഇലക്ഷന് വേണ്ടി 2021 നിയമസഭ ഇലക്ഷന് വേണ്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഗ്രൂപ്പുകളും വ്യക്താക്കളുമായി വെട്ടിനിരുത്തി പല രീതിയിലും തങ്ങളുടെ കസേരകൾ സുരക്ഷിതമാക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സ്തെഫാനോസിന്റെ മേൽ കൽക്കൂമ്പാരങ്ങൾ വീഴുമ്പോൾ സ്തെഫാനോസിന്റെ ചങ്ക് പൊട്ടിയുള്ള പ്രാർത്ഥന, ശൗലേ, നിന്റെ ചങ്കിരിയാ കുത്തിമതിച്ചത്, നിന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിയത്. അവന് മനസ്സിലായി, ഇതെന്തോ വ്യത്യസ്തതയുണ്ട്. ഈ മിനിസ്റ്ററി, ഈ ശുശ്രൂഷകൾ, ഇത് നിന്ദയുടെയും പരിഹാസത്തിന്റെയും, എങ്കിലും ഇത് കലകത്തിന്റെ അല്ല, ഭിന്നതയുടെ അല്ല, ഫോഷ്കിന്റെ അല്ല. സ്തെഫാനോസിന്റെ ആത്മാവ് ദൈവപുത്രന്റെ കരങ്ങളിലേക്ക്, പിതാവാം ദൈവത്തിന്റെ വലത് ഭാഗത്ത്, ഓ പുത്രൻ തമ്പുരാൻ ഇരിക്കുന്നിടത്തേക്ക് ആത്മാവ് ദൈവദൂതന്മാരാൽ ആനയിക്കപ്പെടുകയാ. എന്റെ കർത്താവ് തന്റെ മോനെ 2 കൈ നീട്ടി തന്റെ ചങ്കോട് ചേർത്തു. 21-ാം നൂറ്റാണ്ടിലും ആ സ്വർഗം പാവപ്പെട്ട പുളിഞ്ചോട്ടിലെ അച്ഛൻ സെന്റ് ജോൺസ് മിഷന്റെ ഈ കൊച്ചു ധ്യാന കേന്ദ്രത്തിന്റെ ഉള്ളിൽ ഈ വചനം പ്രഘോഷിക്കുമ്പോൾ സ്വർഗം ചലിച്ചുകൊണ്ടിരിക്കുക, ഓഡിറ്റോറിയത്തിനുള്ളിൽ വ്യാപരിക്കുക. എന്തിനൊരു കൊതിയുണ്ട് കുഞ്ഞേ, ഒരു കൊതിയുണ്ട്. ഈ ചെതലെടുക്കുന്ന, ഈ കൊറോണ ബാധിക്കുന്ന, ചിഞ്ഞളിയുന്ന, ദുർഗന്ധം വമിക്കുന്ന ഈ മൺകൂടാരത്തെ കുറിച്ചല്ല, ഇതിൽ ഞെരിഞ്ഞിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മന്ദിരത്തിൽ, ഈ മൺകൂടാരത്തിൽ ദൈവം നൽകിയ വിലയേറിയ ആത്മാവ് ഞെരിഞ്ഞിക്കൊണ്ടിരിക്കുക. ഈ സ്തെഫാനോസിന്റെ കണ്ണീരാണ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ശൗൽ എന്ന് പറയുന്ന മനുഷ്യന് മേൽ വലിയൊരു വെളിച്ചമായി, ഫ്ലാഷ് ബാക്കായി മിന്നി വീശിയത്. ആ വെളിച്ചം ഒരുപക്ഷെ ശൗലിന് മനസ്സിലായി, അവന്റെ ചോദ്യത്തിൽ തന്നെ മനസ്സിലായി, എന്നീ കുതിരയുടെ പുറത്തു നിന്ന് ഇതാ നെടുമ്പാടിത ഈ മധ്യാഹ്ന സമയത്ത് ദമസ്കോസിന്റെ പടിവാതിക്കൽ എന്നെ വീഴിച്ചിട്ടത് ആരാണെന്ന് അവന് മനസ്സിലായി. അവൻ ചോദിച്ചു, നീ ആരാകുന്നു? ഒന്ന് പറ കുഞ്ഞുങ്ങളെ, നീ ആരാകുന്നു കർത്താവേ? പ്രൈസ് ദി ലോർഡ്. മറുപടി വന്നു, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. കോതമംഗലത്തിന്റെ ദൈവമക്കൾ തിരിച്ചറിയണം, ഞാനും നിങ്ങളും വേദനിപ്പിക്കുന്ന ഒരു യേശുവുണ്ട്, ഞാനും നിങ്ങളും ദുഃഖിപ്പിക്കുന്ന ഒരു യേശുവുണ്ട്. പേരുകൊണ്ട് ക്രിസ്ത്യാനിയ, മാർഗവാസിയ. ഈ മാർഗവാസികളെ നിന്ദിച്ച് വിളിച്ചത് ക്രിസ്ത്യാനി അന്ത്യോക്യയിൽ വെച്ച്. കൊള്ളാം, ഊറ്റം കൊള്ളാം, ജയ് വിളിക്കാം, പാരമ്പര്യത്തെ അഭിമാനിക്കാം. എന്നാൽ സ്തെഫാനോസിനെ പോലെ ഒരു ക്രിസ്തീയ സാക്ഷ്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒറീസയുടെ മണ്ണിൽ കുഷ്ഠരോഗികളിൽ പഴുപ്പും ചെലവും ബാധിച്ച കുഷ്ഠരോഗികളെ മാരോട് ചേർത്ത് പരിചരിച്ച ഗ്രിഗാം സ്റ്റൈൽസ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഗ്ലാഡീസ്, അദ്ദേഹത്തിന്റെ പ്രിയ കുഞ്ഞുങ്ങൾ ഫിലിപ്പ്, തിമോത്തി, ക്രിസ്തീയ വിരോധികളായ മതഭ്രാന്തന്മാർക്ക് മനസ്സിലായി ആ സ്തെഫാനോസിനെ ചുട്ടുകരിച്ചതിന് പിൻതലമുറയിലെ മക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒരു മിനിസ്ട്രിയുടെ മുഖത്ത് ശുശ്രൂഷ കഴിഞ്ഞു,
സന്ധ്യായാമത്തിൽ അവരുപയോഗിക്കുന്ന പിക്കബാനിലേക്ക് ജീവിത പങ്കാളി തന്റെ പ്രാണപ്രിയന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഭാരത്തോടെ എപ്പോ വേണമെങ്കിലും കൊല്ലപ്പെടാം. അവൾ ആ വീടിന്റെ ജനലിലൂടെ നോക്കുമ്പോൾ മതഭ്രാന്തന്മാരോടി അടുത്തു. അവിടെ കയ്യിലിരുന്ന പെട്രോൾ ആ പിക്കബാനിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാ തീബന്ധങ്ങൾ ആ പിക്കബാഗിനെ ആ പെട്രോളിൽ ആ വാഹനത്തിൽ 3 മനുഷ്യ ജീവിതങ്ങളെ ചുട്ടുകരിക്കുക. ഗ്രഹാം സ്റ്റേറ്റ്സും ഫിലിപ്പും തിമോത്തിയും പന്തം പോലെ കർത്താവിന് വേണ്ടി കത്തിരിക്കുക. ലോകം ചോദിച്ചു, ഗ്ലാഡീസ്, നിനക്ക് ആ മതഭ്രാന്തന്മാരോട് പകയില്ലേ? ഇന്ത്യയിൽ ഇനിയും സുവിശേഷ വേല നടക്കണ്ടേ? സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറഞ്ഞ സ്വതന്ത്ര ഭാരതത്തിൽ സുവിശേഷ വിരോധികൾ നിന്റെ ഭർത്താവിനെയും നിന്റെ കുഞ്ഞുങ്ങളെയും മൃഗീയമായി കൊലപ്പെടുത്തിയില്ലേ? നീ പ്രതികരിക്കണം. നീ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അടുക്കൽ പരാതി പറയണം. സുപ്രീം കോടതിയിൽ നീ നീതിന്യായപീഠത്തിൽ നീ സാക്ഷി പറയണം. നീ കേസ് കൊടുക്കണം. ഗ്ലാഡീസ് പറഞ്ഞു, എനിക്കാരോടും പിണക്കമില്ല, പരിഭവമില്ല. എന്റെ പ്രിയതമനെയും കുഞ്ഞുങ്ങളെയും കൊന്നവൻ ആ കൂട്ടത്തിൽ എന്നെയും ദഹിപ്പിച്ചിരുന്നെങ്കിൽ കുടുംബമായി കോടാനുകോടി മാലാകവൃന്ദത്തോട് ചേർന്ന് എനിക്കും എന്റെ ദൈവത്തിന് കല്ലേറിയ പാടി, എനിക്കും എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവദൂതന്മാരോട് ചേർന്ന് ആരാധിക്കാമായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് ഈ സുവിശേഷത്തെ കുറിച്ചുള്ള കൊതിയുണ്ട്? ഈ വിഷ്വൽ മീഡിയയിലൂടെയും ഈ ചാരിത്രമിൽ വചനം ശ്രവിക്കുന്ന ദൈവമക്കളോടൊരു ചോദ്യം: എത്ര പേർക്കുടെ ഉള്ളിന്റെ ഉള്ളിൽ ചങ്കുകൂടി സുവിശേഷത്തിന്റെ ദർശനമുണ്ട്? കൃപയാൽ കഴിഞ്ഞ 26 വർഷം ഭാരതത്തിന്റെ ഇരുളടഞ്ഞ കുഗ്രാമങ്ങളിൽ ചക്ലിയനെന്നോ ഗൗഡനെന്നോ ലിംഗായത്തെന്നോ നായോടസെന്നോ യാദവനെന്നോ വ്യത്യാസമില്ല. കേരളത്തിന്റെ അട്ടപ്പാടിയിലും പാണത്തൂരും തമിഴ്നാടിന്റെ സത്യമംഗലം ആക്കമ്പാളം കൊമ്പത്തുട്ടി കുട്ടിയൂരും ആന്ധ്രയിലും തെലങ്കാനയും ഒറീസയിലും പശ്ചിമ ബംഗാളിലും ജമ്മു ആൻഡ് കാശ്മീരിലും നോർത്ത് ഈസ്റ്റ് മേഘാലയ ത്രിപുര ഭാരതത്തിന്റെ 22ഓളം സംസ്ഥാനങ്ങളിൽ ഈ പാവപ്പെട്ട അച്ഛന് ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലന്റെ നാമത്തിലുള്ള സെയിന്റ് പോൾസ് മിഷനിൽ കർത്താവിന്റെ എളിയ ശുശ്രൂഷകനായി ഭാരത സുവിശേഷകരുടെ മുഖ്യധാരയിൽ നിന്ന് അനേക കാട്ടുപ്രാക്കളോട് ജീവന്റെ ഈ ഏവെങ്കിലും പങ്കുവെക്കുവാൻ നമ്മുടെ മിഷണറിമാർ വേലയുടെ മുഖത്ത് യേശുവിനെ രക്ഷിതാവായി പകർന്നു നൽകി വീണ്ടും ജനത്തിന്റെ രക്ഷയുടെ അനുഭവത്തിൽ രാവിലെ ബ്രദർ ഓർമ്മപ്പെടുത്തിയതുപോലെ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി യേശു ഇരുളടഞ്ഞിരിക്കുന്ന ഭാരതത്തിന്റെ കുഗ്രാമങ്ങളിലേക്ക് ആ സുവിശേഷം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ദിവ്യമായ വെളിച്ചം കടന്നു എന്നപ്പോൾ ഇരുളിലും അന്ധകാരത്തിലും പാമ്പിനെയും പശുവിനെയും ചെറുപ്പത്തിനെയും ആരാധിച്ചിരുന്നവർ ജീവിക്കുന്ന സത്യദൈവത്തെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണുനീരും നിലവിളിയും നിന്നെ കരുതുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പന്നി മാംസം തിന്നാതെ മദ്യം കഴിക്കാതെ അശുദ്ധി പേരാതെ ചന്ദ്രയ്ക്ക് മേശയ്ക്ക് അഭേദനവും നെബൂഖദ്നേസറിന്റെ ബിംബം ഇതാ മുമ്പിൽ നിൽക്കുന്നു. കുഴല് തമ്പുരു വീണമിട്ടുമ്പോൾ എല്ലാവരും നമസ്കരിക്കാൻ പറയുമ്പോൾ ശദ്രേക്ക് മേശേക്ക് അബേദ്നെഗോ തുടങ്ങിയ യഹൂദന്മാർ പറഞ്ഞു, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് സംവാദം ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നിന്റെ ബിംബത്തെയും വിഗ്രഹത്തെയും മുട്ടുമടക്കുന്ന കാര്യം ഞങ്ങളുടെ ജീവിതത്തിലില്ല. കരുതുന്ന ദൈവം 3 കുഞ്ഞുങ്ങളെയും തീച്ചൂളയുടെ അനുഭവത്തിലിടുമ്പോൾ രാജാവ് ഞെട്ടിപ്പോയി. 4ാമതൊരുത്തനായി തീച്ചൂളയുടെ അനുഭവത്തിൽ ഒരു രോമം പോലും കരിക്കാതെ ആ കുഞ്ഞുങ്ങളെ ഉള്ളങ്കരങ്ങളിൽ വഹിച്ച ദൈവം കോവിഡ്-19 25 ലക്ഷത്തെ കൊന്നു മുടിച്ചെങ്കിൽ
അതെ 11 കോടി ആമീൻ അതിന്റെ പിടിയിലകപ്പെട്ടെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച ധ്യാനത്തിലിരിക്കുന്ന സെന്റ് ജോൺസ് മിഷനില് വന്നിരിക്കുന്ന വിഷ്വൽ മീഡിയയിലൂടെ വചനം ശ്രവിക്കുന്ന ദൈവമൈതലെ വചനം പറയുന്നു, നിന്റെ ഒരു തലമുടിനാരിന് പോലും ഞാനറിയാതെ കൊടിയിൽ. നിലവിളി കേൾക്കുന്ന ദൈവം, കരുതുന്ന ദൈവം, കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം. മൂന്നാമത്തെ ചിന്തയിൽ നമുക്കറിയാം, അരാം രാജാവ് വാളും കുന്തവും പരിചയവുമായി ഇതാ എലീശാവിനെ പിടിച്ചു കെട്ടി കൊല്ലുവാൻ പോകുമ്പോൾ ഗേഹസി പൊട്ടി കരുകിയ ചെറ്റ കുടിലിന് ചുറ്റും ഇതാ ഊരിപ്പിടിച്ച വാളും സൈന്യമായി അരാം സൈന്യം നിൽക്കുമ്പോൾ എലീശ ഒരു വാക്ക് പ്രസംഗിച്ചു, പ്രാർത്ഥിച്ചുള്ളൂ, ദൈവമേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണു തുറക്കണം. ദൈവം ആമീൻ അവന്റെ കണ്ണു തുറന്നു. അവൻ ഞെട്ടിപ്പോയി. ഇതാ എലീശാവിന്റെ വീടിന് ചുറ്റും അഗ്നിമയമായ കുതിരയും തേരും വലയം ചെയ്തിരിക്കുന്നു. കണ്ണുകളെ ചേർത്തടച്ച്, യെരൂശലേമിനായ സിയോൻ നിവാസിയെ, ഞാൻ നിനക്ക് കട്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിനൊപ്പം കക്ഷത്തിന്റെ കണ്ണീരും കുടിപ്പാൻ തന്ന ഇന്ന് പകൽക്കാലം നിന്റെ യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവൻ കരുതുന്ന ദൈവമാ, അവൻ കണ്ണീരിനെ മാനിക്കുന്ന ദൈവമാ, അവൻ ചുറ്റും ദൈവദൂതന്മാരെ നിർത്തി നിന്നെ പരിപാലിക്കുന്ന ദൈവമാ. 91 സങ്കീർത്തനം പറയുന്നു, നിന്റെ ഒരു ഭാഗത്ത് 1000 നിന്റെ വലതുപക്ഷത്ത് 10,000 വീണാലും ഒരു ബാധയും കുഞ്ഞെ ഇന്ന് രാത്രി പകല് പറയുന്നു. ആത്മാവ് പറയുന്നു, വചനം ശ്രവിക്കുന്ന ദൂരത്തും ചാരിത്തും ഇരുന്ന് ശ്രവിക്കുന്ന ദൈവഭജന് ഒരു ബാധയും ഒരു കൊറോണ വൈറസും നിന്റെ വീട്ടിൽ കയറില്ല. യേശു കർത്താവിന്റെ രക്തം ചേർത്തടയ്ക്ക് രക്ഷിപ്പാൻ കഴിയാത്ത വണ്ണം യേശു കർത്താവിന്റെ കരം കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാത്ത വണ്ണം എന്റെ യേശു കർത്താവിന്റെ ചെവി മന്ദമായിട്ടുള്ള കുഞ്ഞുങ്ങളെ, ഇവിടെ ഈ മേശപ്പുറത്ത് അനേകം മക്കളുടെ പ്രാർത്ഥന വിഷയങ്ങള് ദൈവമക്കളെ പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ആ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് ചേർന്ന് സമർപ്പിക്കാം. ഇന്ന് കേട്ട വചനമനുസരിച്ച് കാൽവറി ക്രൂശിൽ നമ്മൾ പാടി തുടങ്ങിയത്, തൂക്കപ്പെട്ട് മരത്തിൽ ബിലാവ് കുത്തി തുറന്ന് രക്തവും വെള്ളവും ഒഴുകുന്ന നസ്രായനായ യേശുവപ്പയുടെ ക്രൂശിനെ ചുമട്ടിലെങ്കിൽ ബൈജു ഇപ്പൊ മുന്നോട്ട് കടന്നു വന്നിട്ടുണ്ട്. ബ്രദറെ, നമുക്കൊന്നുകൂടി ഈ കുഞ്ഞുങ്ങളെല്ലാവരും അഭിഷക്തനും കുഞ്ഞുങ്ങളും ശുശ്രൂഷകരും ഒത്തൊരുമിച്ച് ആ ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കി എല്ലാവരും ചലിക്കട്ടെ. ക്രൂശിന്മേൽ കാണുന്നത് ആരിത, എല്ലാവരും ബ്രദറിനോട് ചേർന്ന് പാടിയാട്ടെ. സ്വല്പ സമയമോടെ സ്വർഗമെന്ന് ചലിക്കട്ടെ എല്ലാവരും. ക്രൂശിന്മേൽ കാണുന്നത് ആരിത, ക്രൂശിന്മേൽ കാണുന്ന പ്രാണനാഥം പ്രാണനാഥം എന്റെ ചാകുന്നു. പ്രാണനാഥം പ്രാണനാഥം എന്റെ ചാകുന്നു. ഒരു നിമിഷം ഏകാഗ്ര ഹൃദയത്തോടെ നിങ്ങളുടെ 2 കരവും നിങ്ങളുടെ മാറോടൊന്ന് ചേർത്ത് കൂട്ടുക. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രഭാതം മുതൽ മധ്യാനം വരെയും ശക്തമായി വചന കൂടാരത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അടിയനെ ക്രൂശിന്റെ പിന്നിൽ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെരുമഴ പോലെ ഈ കൊച്ചു കൂട്ടത്തിന്റെ ഈ സഭയുടെ മേൽ, ഈ കൂട്ടായ്മയുടെ മേൽ, സെന്റ് ജോൺസ് മിഷന്റെ പ്രേക്ഷിത വേലയിൽ ദൈവം കത്തി ഇറങ്ങുന്നുണ്ട്. ചില രോഗികൾ ഇവിടെ വിടിവിക്കാൻ പെടുകയാണ്. അച്ഛന് പേരും വിവരങ്ങൾ ഒത്തിരി ഒന്നും വായിക്കാൻ പോകുന്നില്ല. എന്നാൽ എൻ്റെ സ്വർഗത്തിന്റെ ദൈവം ഓരോ പേരുകളും അവനത് ദൈവിക ത്രോണോസിംഗിലത് ആലേഖനം ചെയ്യുകയാണ്. ക്യാൻസർ രോഗത്തിന്റെ പിടിയിലുള്ള മക്കളുണ്ട്, കടബാധ്യതയിൽ ഞെരുങ്ങുന്ന മക്കളുണ്ട്, ഭർത്താവിന്റെ മദ്യപാനത്തില് വലയുന്ന മക്കളുണ്ട്. പറഞ്ഞു കേട്ടില്ലേ ചില നാറ്റ കേസിന്റെ അനുഭവം? ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഇന്ന്
ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടുണ്ട്. കുഞ്ഞെ, നിന്റെ മൊബൈലിലൂടെ നീ പ്രവർത്തിച്ച ചില വഴിവിട്ട ബന്ധങ്ങൾ ഇന്ന് പകൽക്കാലം ആ ക്രൂശിന്റെ ചുവട്ടിലേക്കൊന്ന് നെടുമ്പാട് സമർപ്പിച്ച് യേശു കർത്താവിന്റെ രക്തം കൊണ്ടൊന്ന് മുദ്രയിട്ട് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം ഇതാ നിന്നെ കഴുകി ശുദ്ധീകരിക്കുക. ചീഞ്ഞു നാറിയ നാട്യക്കേസ് മക്തല മറിയത്തെ പോലെ ഒന്ന് പറ. അത് നന്ദി ഇരുട്ടുള്ളപ്പോൾ കല്ലറിയിലേക്ക് സുഗന്ധദ്രവ്യമായി കടന്നു ചെന്നവൾക്ക് അവൾക്കൊരു കൊതിയുണ്ട്. എനിക്കെന്റെ യേശുവിനെ വേണം, എനിക്കെന്റെ യേശുവിനെ വേണം, ഞാൻ എന്റെ യേശുവിനെ കൊണ്ടേ പോകുള്ളൂ. വന്ന ദൈവ പൈതലനെ പറ, നീ ഏത് പാപത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു വന്നൊരു ദൈവ പൈതലെങ്കിലും യേശു പറയുക, നിനക്കൊരു കൊതി നാട്യക്കേസ് പിടിക്കാൻ മാനസാന്തരമില്ലാത്ത 99 നീതിമാന്മാരെക്കാളും മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ സ്നേഹിക്കുന്ന യേശു ഇന്ന് ഇവിടെ മാറുന്നു. വഞ്ചകെട്ടിയവനായി തുളയ്ക്കപ്പെട്ട കരവും തകർക്കപ്പെട്ട തിരുവിലാവുമായി അവന്റെ കയ്യിൽ ഒരു രക്തപാത്രമുണ്ട്. ഒരു തുള്ളി രക്തം ഇന്ന് കുഞ്ഞെ നിന്റെ നെറുകൻ തളം മുതൽ ഉച്ചി തൊട്ടുള്ള കാലം വരെയും യേശുവിന്റെ രക്തം കൊണ്ട് നിന്നെ കഴുകാൻ പോകുക. 1 യോഗ്യതൻ 1:7 അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, ദിസ് ഹോളി ബ്ലഡ് യേശുവിന്റെ രക്തം നിന്നെ ശുദ്ധീകരിക്കുക. യേശുവിന്റെ രക്തം നിനക്ക് വിടുതൽ തരിക. ഒന്ന് പറഞ്ഞ യേശുവേ എന്ന് വിളിക്കുക. യേശുവേ നീ ഒന്ന് വിളിച്ചേ, എന്റെ യേശുവേ, എന്റെ യേശുവേ. 25,000 പേര് കൊറോണ എന്ന് മരിച്ചു പോയപ്പോൾ 6 ലക്ഷം ഇതില് 6 കോടി 7 കോടി അതിന്റെ പിടിയിലകപ്പെട്ടപ്പോൾ ഒരു തള്ളക്കോടി തന്റെ കുഞ്ഞിനെ ചിറകിന് കീഴിൽ മറിച്ചതുപോലെ ചിറകിനോട് ചേർത്ത് നീ ബന്ധിച്ചല്ലോ. ആ രക്തമൊന്ന് കഴുകട്ടെ. വലിയ ഡെലിവറൻസ്, വലിയ പവർ, ഹോളി സ്പിരിറ്റ് അന്ധകാര ശക്തിയുടെ മേൽ, ഭൂതത്തിന്റെ മേൽ, രോഗത്തിന്റെ മേൽ, കഥപത്തിന്റെ മേൽ, ദുഃഖത്തിന്റെ മേൽ, പട്ടിണിയുടെ മേൽ, പ്രതിസന്ധിയുടെ മേൽ യേശു പ്രവർത്തിക്കുക. അതേ, വീക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യേശുവിന്റെ കരം കുടുങ്ങിയിട്ടില്ല. കേൾപ്പാൻ കഴിയാത്തവണ്ണം എന്റെ യേശു അപ്പയുടെ ചെവി മന്ദമായിട്ടില്ല. വന്നുപോയ പാപം മുടിയനായ മകനെ പോലെ പറ, അപ്പാന്നൊന്ന് വിളിച്ചേ, യേശു അപ്പേന്നൊന്ന് വിളിച്ചേ. കൊലോസ്യ ലേഖനം അതേ 3:9 പറയുക, നിന്റെ ജഡീക മനുഷ്യനെ, ആ പാപമുള്ള മനുഷ്യനെ ഒന്ന് ഉരിഞ്ഞു കളഞ്ഞ്. റോമാലേഖനം 6:12 ഇനി പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹമനുസരിച്ച് അതിന് വാഴരുത്. അനീതിയുടെ ആയുധമായി പാപത്തിന് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഒന്ന് കരഞ്ഞു പറഞ്ഞ്, നിന്റെ കരച്ചിൽ എന്റെ യേശുവിന് കരുണയുണ്ട്. കരുതുന്നൊരു ദൈവം, കണ്ണീരിനെ മാനിക്കുന്ന ദൈവം. നിന്നെ ഒരു കോഴി ചിറകിന്റെ കീഴിൽ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ മറച്ച ദൈവം. ആമീൻ. ഗാഗറിന് നീരുറവൊഴുക്കിയ ദൈവം, ചെങ്കടലിനെ വിഭാഗിച്ച ദൈവം. അതേ, എലിശിവാവിനും ഗേഗസിക്ക് ചുറ്റും ആമീൻ അഗ്നി കുതിരകളെ നിർത്തി, തേരുകളെ നിർത്തി ശത്രുവിനെ ഓടിച്ച ദൈവം. ആമീൻ. തീച്ചൂളയുടെ അനുഭവത്തിൽ നെബൂഖദ്നേസരെ നീ ഞെട്ടിപ്പോയില്ലേ? നീ ഇട്ടത് 3 4 പേര് ഇത് തീയിൽ നടക്കിയ യേശുവിടെ വന്നിട്ടുണ്ട്. യേശുവേ എന്ന് വിളിച്ചേ, എന്റെ യേശുവേ. ഒരു തുള്ളി രക്തം ഈ കുഞ്ഞുങ്ങളെ കഴുകണപ്പ. നിന്റെ വാക്തത്വം ഞങ്ങൾ വിശ്വസിക്കുക. പാറകിലിത്ത എന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുക. നീ വീടൊക്കെ ഒത്തിരി നോക്കിയതല്ല കുഞ്ഞെ, നീ ഒത്തിരി നിന്റെ വീടിന് വേണ്ടി ഓടിയതല്ലേ, നിന്റെ ജോലിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി. കാര്യസ്ഥൻ നിന്റെ പടിവാദിക്ക് നിൽക്കുക. ആ കാര്യസ്ഥന് വേണ്ടി വീടൊന്ന് തുറന്നു കൊടുക്കുക. എന്റെ യേശുവിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ, പരിശുദ്ധാത്മാവിനെ നിറയട്ടെ. ഈ ശുശ്രൂഷയെ ദൈവകരങ്ങളെ കേൾപ്പിക്കുക. യേശുവിന്റെ കരങ്ങളിലേക്ക് നിന്നെ കൊണ്ട് ദൈവത്തിന് കരുതിയെ കൊണ്ട് ആവശ്യമുണ്ട്. വൻ കാര്യങ്ങൾ ചെയ്യും. അഭിഷേകത്തിന് ശക്തി കർത്താവേ, അടിയെ നീ ശക്തീകരിച്ച് നിർത്തിയല്ലോ. നിന്റെ കുഞ്ഞുങ്ങളോട് ഇന്ന് വാസ്തവമായി ഇടപെട്ടല്ലോ. ഈ വെള്ളിയാഴ്ച നീ അനുഗ്രഹിച്ചല്ലോ ദൈവമേ. വരും നാളിൽ ഇത് തിങ്ങി നിറയട്ടെ. ഞങ്ങൾക്ക് ആ പഴയകാല സന്തോഷം അനുഭവം ഞങ്ങൾക്ക് തരണമപ്പാ. നിന്റെ മക്കൾ എവിടെയൊക്കെ കാലെടുത്ത് വെച്ചാലും അവിടെയെല്ലാം നിന്റെ ദാസനും ഈ ശുശ്രൂഷയ്ക്കും ഇതിനെ അതിൽ വിസ്തൃതമാക്കി അനുഗ്രഹിക്കണമേ. ധ്യാന ശുശ്രൂഷ ദൈവമേ 16-ാം തീയതി ആരംഭിക്കുകയാണല്ലോ. സ്വർഗത്തിലെ ദൈവമേ, ധ്യാനകേന്ദ്രത്തിൽ വലിയ വിടുതലോ, രോഗികൾക്ക് സൗഖ്യം, ഭൂതങ്ങൾ പുറത്തു പോകട്ടെ. കടബാധ്യതകള് ധ്യാന ഗുരുക്കന്മാര് യേശുവിന്റെ രക്തം കൊണ്ട്, യേശുവിന്റെ രക്തം കൊണ്ട്, യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. വലിയ വിടുതലും ഒരു കൊറോണാനന്തരം വലിയൊരു മിനിസ്റ്ററിയും അടിയങ്ങൾക്ക് തരണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. വ്യാപരിച്ച കൃപയ്ക്ക് സ്തോത്രം. അടിയനെ ക്രൂശിനോട് ബന്ധിച്ചതിനായി സ്തോത്രം. എല്ലാം മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടി യേശു ക്രിസ്തു മുഖേന താഴ്മയെ ചോദിക്കുമ്പോൾ
അപ്പാ പിതാവേ, കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.